ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ എല്ലാവരുമേ സുഖമാണോ? ഹല്ലേലൂയ. ഇന്നലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതിന് മറുപടി വല്ലായോ? ഏതാണ് PDMന്റെ മദർ ഹൗസ്? അട്ടപ്പാടിയിലുള്ള റൂഹ മൗണ്ട് ആണ് PDMന്റെ മദർ ഹൗസ്. മനസ്സിലായോ? ഹല്ലേലൂയ. അട്ടപ്പാടിയിൽ എത്തി നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? പ്രിയമുള്ള സഹോദരങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. സന്തോഷമായിരിക്കുന്നു. പിന്നെ ഇന്നലെ യാത്രയിലൊക്കെ പിന്നെ ഒരുപാട് പേരെയൊക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞ് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഒരു നന്മറിഞ്ഞ് ഇന്നലത്തെ അഭിഷേകം നിങ്ങൾ കൂടിയായിരുന്നോ? പകരത്തിന് പകരം എന്ന ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അതിനെക്കുറിച്ചാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ വരുമല്ലോ, നമുക്ക് രണ്ടെണ്ണം പറയണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വചനമാണ്. കൂടിയിട്ടില്ലെങ്കിൽ കേട്ടേക്കണം, കൂടണം കേട്ടോ. നമുക്ക് ഇന്നലെ മീഡിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, സാക്ഷിയൊക്കെ വായിച്ചതുകൊണ്ട്. മീഡിയയിലെ ശുശ്രൂഷ വീണ്ടും ആവർത്തിക്കുന്നു. അഭിഷേകാഗ്നി, പിന്നെ ഹോളി സ്പിരിറ്റ് ഈവനിങ്, ഫ്രൂട്ട് ഓഫ് മേരി, കുഞ്ഞു ടോക്ക്. ഓക്കെ അല്ലെ? എല്ലാത്തിനും വേണ്ടി പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സ്നേഹമുണ്ടെങ്കിൽ വഴിയുമുണ്ട് എന്നതിനെ കുറിച്ചാണ്. അത് വളരെ കറക്റ്റാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. ഒരു വഴിയില്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞ ഒരാൾ വന്ന് നമ്മൾ കടം ചോദിക്കാൻ വിചാരിക്കും, ഒരു രക്ഷയില്ല. പക്ഷെ രക്ഷയില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ സ്നേഹം ഉണ്ടെങ്കിലോ ഏതെങ്കിലും വഴിക്ക് എവിടെ നിങ്ങൾ തിരിച്ച് നമ്മൾ പൈസ കൊടുക്കും. സ്നേഹം ഉണ്ടെങ്കിൽ വഴിയുണ്ട്. യോഹന്നാൻ 20:1 വചനം വെളിപ്പെടുത്തുകയാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ തന്നെ, ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രധാന അത് ചോദിക്കേ, ആഴ്ചയുടെ അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വരിക. അപ്പൊ ചെന്ന സമയത്ത് ഇവളുടെ മനസ്സിൽ ഈ കല്ല്, ഈശോയുടെ അടക്കം കഴിഞ്ഞു അല്ലെങ്കിൽ ഉദ്ധാരത്തിന് മുമ്പുള്ള സമയം, ഈ കല്ല് എങ്ങനെ ഉരുട്ടി മാറ്റപ്പെടുമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയുള്ള വരവിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുള്ള വഴി തന്നെ തുറക്കപ്പെട്ടു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഓർക്കാണ് PDMലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ബ്രദർ ഒരിക്കൽ എനിക്കൊരു ഒരു 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 ഫൗസ്തീന ഡയറിയിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർക്കാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആഗ്രഹം ഉണ്ടെങ്കിൽ വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ ഇതാണ്. ഈ പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജോലി, വ്യക്തിഗത, അതിൻ്റെ ഇടയിലൂടെ ഫൗസ്തീന ഒരുപാട് ടൈം പ്രാർത്ഥിക്കുക. എന്നിട്ട് കൺക്ലൂഷൻ കൊടുത്തിരിക്കുകയാണ് ആഗ്രഹം. അങ്ങനെ തന്നെയാണ് ഏകദേശം. ആഗ്രഹം ഉണ്ടെങ്കിൽ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹവും സ്നേഹവും ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുമല്ലോ. സ്നേഹമുണ്ടോ, ആഗ്രഹമുണ്ടോ, അതിനുള്ള വഴികൾ നിങ്ങൾ എന്ത് ചോദിക്കുക. നിങ്ങൾക്ക് സ്നേഹമുള്ളവരോട് തെത്താൻ എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്, മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംസാരിക്കാനൊക്കെ സമയ സാഹചര്യങ്ങൾ, കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തൊക്കെ ചിന്തിച്ചു നോക്കിയേ അല്ലേ? അപ്പം അതുകൊണ്ട് ആഗ്രഹമുണ്ടോ, സ്നേഹമുണ്ടോ, വഴിയുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളൊരു പ്രശ്നമല്ല. ഇതിന് തത്തുല്യമായ വചനങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ലെവല് നോക്കണം. സ്നേഹത്തിന്റെ ലെവല് കുറഞ്ഞോ എന്നാണ് നോക്കേണ്ടത്. സ്നേഹത്തിന്റെ ലെവലൊക്കെ കുറഞ്ഞാൽ, ആഗ്രഹത്തിന്റെ ലെവലൊക്കെ കുറഞ്ഞാൽ പിന്നെ ഇങ്ങനെ വഴികളൊക്കെ പതുക്കെ അറിഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു സത്യമാണ്. കാരണം വചന സത്യമാണല്ലോ. അല്ല, ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അട്ടപ്പാടി രാവിലെ അതിരാവിലെയാണ് കേട്ടോ. ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട്, നല്ലൊരു കാലാവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. മദർ ലാൻഡിൽ നിന്ന് ബ്ലെസ് ചെയ്യാം, നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട്, അത്ഭുതകരമായ ദൈവ കൃപ കൊണ്ട് ഇവരെ ഓരോരുത്തരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. നിങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപങ്ങളും പൈശാചികളും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവെ, വലിയ കൃപ കൊണ്ട്, വലിയ അഭിഷേകം കൊണ്ട്, വലിയ ജ്ഞാനം കൊണ്ട് ഇവരെ ഓരോരുത്തരെ നിറയ്ക്കണമേ. സ്നേഹം വർദ്ധിക്കട്ടെ കർത്താവെ, ആഗ്രഹം വർദ്ധിക്കട്ടെ കർത്താവെ. വഴികൾ ഈശോയുടെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് ആശീർവദിക്കുന്നു. അപ്പോഴത്തെ ആത്മീയ ജീവിതത്തിലൊക്കെ കർത്താവ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം, സമയം കിട്ടിയില്ല അതിന് പറഞ്ഞ അർത്ഥം കർത്താവ് സ്നേഹം കുറഞ്ഞു എന്നുള്ളതാണല്ലോ. എൻ്റെ പിതാവെ, അതെല്ലാം തിരിച്ചു കിട്ടാൻ ഇടവരട്ടെ. കർത്താവെ, മീഡിയയിലൂടെ ശുശ്രൂഷകൾ കൂടുന്ന ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ യാത്രകളെ, നിങ്ങളുടെ ഉദ്യമങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകളെ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവ് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ പ്രത്യേകം അനുഗ്രഹിക്കുകയാണ്.
ഈശോയുടെ നാമം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ഈശോയുടെ വചനം നിങ്ങളെ കാക്കട്ടെ. ഈശോയുടെ കുരിശ് നിങ്ങൾക്ക് വലിയ സംരക്ഷണമായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.